ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധ്യതയുണ്ട്. നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ അവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പം ഞാനൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നു പോയാൽ എൻ്റെ കൂടെ നിൽക്കാൻ കുടുംബത്തിലൊരാൾ ഒന്നിലേറെ ദിവസം ചിലപ്പോൾ നിന്നു വരില്ല, പക്ഷെ ഫ്രണ്ട്സ് നിൽക്കും. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് മറിമായത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ്. ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞു? ഇല്ല, അങ്ങനെ ഐ ലവ് യു എന്ന് അങ്ങനെ ആരും അങ്ങനെ ഇവരുടെ ഇപ്പോഴുള്ള സൗഹൃദം തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹത്തോടും. എപ്പോഴും ഒരിക്കൽ അങ്ങനെ ആയി തീർന്നു. അല്ല, അത് സത്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. മമ്മൂക്കയോട് ഭയങ്കര ഇഷ്ടമായി. മമ്മൂക്കയുടെ സിനിമ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മമ്മൂക്കയുടെ ചിത്രങ്ങൾ ഇങ്ങനെ പത്രത്തിൽ നിന്നും മാസികകളിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് അത് നോട്ട് ബുക്കിലൊക്കെ ഒട്ടിച്ചിട്ട് അതൊരു ആൽബമാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ കുറേ ഭ്രാന്തുണ്ടായിരുന്നു. പിന്നെ സ്വപ്നം കാണും മമ്മൂക്കയുടെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നത്, മമ്മൂക്കയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത്. ഈ അംഗീകാരം കിട്ടി അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നപ്പോൾ എന്നെ മമ്മൂക്ക വിളിക്കുന്നു എൻ്റെ നമ്പറിലേക്ക്. ഇപ്പോൾ വരണം, എനിക്കിപ്പം നിന്നെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ കോഴിക്കോടാണ്. ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് മമ്മൂക്കയെ കാണുന്നു. മമ്മൂക്ക എന്നെ വന്ന് ഹഗ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കൊമേഡിയനാണെന്ന് വിചാരിച്ചത്. നിൻ്റെ ഉള്ളിൽ നല്ലൊരു നടനുണ്ട്, ഇനി സീരിയസ് വേഷങ്ങളും ചെയ്യണം, കോമഡി മാത്രം ചെയ്താൽ പോരാ. ഞാൻ പറഞ്ഞ വേഷങ്ങൾ കിട്ടണ്ടേ മമ്മൂക്ക എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത പടത്തിൽ നീ ഉണ്ട്, നിനക്കൊരു സീരിയസ് വേഷമുണ്ട്. ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് വെറുതെ ഡയലോഗുണ്ട്, നിങ്ങൾ എൻ്റെ പടച്ചോനാണ്. അപ്പം അന്ന് ആ നമ്പർ തരുന്നതും ആ ദിവസമാണ്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ മമ്മൂക്കയെ പടച്ചോൻ എന്നാണ്. എന്നാലും എനിക്കൊരു സംശയം, പ്രണയം ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാനുണ്ടായ കാരണം എന്താ? ഇങ്ങനെയുള്ളൊരു തല്ലിപ്പിള്ളി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇച്ചിരി റൗഡിസം ഒക്കെ കാണിക്കുന്ന ആൾക്കാരല്ലേ പെൺകുട്ടികൾ ഇങ്ങനെ ഹീറോ എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ പെൺകുട്ടികൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്നു പകർന്നെ മുത്തം കൊണ്ട് പുണർന്ന പൂവേ എൻ്റെ ഒരു കൊത്തിക്കൂട മുല്ലേ. എല്ലാവർക്കും നമസ്കാരം. ആത്മസഹം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് വിനോദേട്ടൻ, സുരേഷ് ഏട്ടൻ, ശ്രീകുമാറേട്ടൻ, ഡയറക്ടർ ഗോപു കിരൺ. സഹോദരന്മാരെ പോലെയാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ ഇതുപോലെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നോ? പിന്നെ സുഹൃത്തുക്കളാണ് നമ്മുടെ ഫലം. അതെ അതെ, ഫലം മാത്രമല്ല ബലം. ഫലം ബലം 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 അതെ, ശക്തി. ശക്തി. അതെ. നിങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ? ഏതൊരു കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും തിക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നത്? എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ് ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്. ഞാൻ ശരിക്കും കോഴിക്കോട്ടുകാരനാണ്. ഇപ്പം ഞാനൊരു 7 വർഷമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നു. പക്ഷേ കോഴിക്കോട് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കോഴിക്കോട് മിഠായിത്തെരുവിലെത്തും. മിഠായിത്തെരുവാണ് ഞങ്ങളുടെ മീറ്റിംഗ് പോയിന്റ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ പഴയ കഥകൾ, എന്തെല്ലാം തമാശകളും സ്ക്രിപ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും. ഒരു 1.5 മണിക്കൂർ സംസാരമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞങ്ങളുടെ സ്ഥിരം ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയിട്ടൊരു ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു സുഖം, ആ ഒരു വൈബ് വേറെ അവിടെ പോയാൽ കിട്ടില്ല. ആ സുഹൃത്തുക്കളായിട്ട് കിട്ടിക്കഴിയുമ്പോൾ അവരെ ഒന്ന് ഹഗ് ചെയ്യണ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സംഭവമുണ്ട്. നമുക്ക് എന്തോ അവരടുത്ത് പറയാം, നമ്മുടെ എല്ലാ വിശേഷങ്ങളും. ഇപ്പം ഞാനിപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു നടനും സെലിബ്രിറ്റിയൊക്കെ ഞാനാണ്. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ അവർക്ക് ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ അവരും പറയും, അവരുടെ വീടുകളിൽ പോകും. പിന്നെ വീടുകൾ തമ്മിലുള്ള ബന്ധമായി അത് ഈ ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്തൊരു, എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാധ്യതയുണ്ട്. നമുക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ അവരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. ഇപ്പം ഞാനൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ കിടന്നു പോയാൽ എൻ്റെ കൂടെ നിൽക്കാൻ എത്രയോ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മുടെ കൂടെ ബസ് സ്റ്റാൻഡറായിട്ട് നിൽക്കാൻ. കുടുംബത്തിലൊരാൾ ഒന്നിലേറെ ദിവസം ചിലപ്പോൾ നിന്നു വരില്ല, പക്ഷെ ഫ്രണ്ട്സ് നിൽക്കും. ഇപ്പം ഈ പെൺ സൗഹൃദങ്ങളൊക്കെയാണ് ഞങ്ങളിപ്പം ഫ്രണ്ട്ഷിപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇപ്പം ഷോപ്പിങ്ങിന് പോകും, അല്ലെങ്കിൽ മേക്കപ്പിനെ പറ്റി സംസാരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതലും ഞങ്ങളുടെ വർത്തമാനത്തിലൊക്കെ വരുന്നത്. പക്ഷേ ഈ ആൺ സൗഹൃദങ്ങൾ പലപ്പോഴും 2 അടിച്ച് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അതിനുശേഷം അവർ 2 അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സങ്ങ് തുറന്ന് എല്ലാ കാര്യങ്ങളെ പറ്റിയും ഓപ്പൺ ആയിട്ട് പറയും. പക്ഷെ ഇപ്പം പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ഹൈഡ് ചെയ്ത് അപ്പൊ നിങ്ങളുടെ ഈ ആൺ സൗഹൃദങ്ങൾ എങ്ങനെയാണ് ശരിക്കും തുടങ്ങുന്നത്? എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് പറഞ്ഞ പള്ളിക്കൂട പ്രായം തൊട്ടേ ഉള്ള ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ബന്ധം സുഹൃത്ത് ബന്ധമാണ്. എന്നുവെച്ചാൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ആ ബന്ധങ്ങൾ അന്നാളില്ല, അതൊക്കെ നമുക്ക് ജന്മന കിട്ടുന്നതാണ്. രണ്ടുപേർ ചേർന്നിട്ടുള്ള ആ ബന്ധം, സൗഹൃദ ബന്ധം, സുഹൃത്ത് ബന്ധം, അതെന്നും നിലനിന്ന് പോകുമ്പോൾ
അത് തന്നെയാണ് എൻ്റെ പവിത്രത. ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് അതല്ലേ ഏറ്റവും വലിയൊരു ഭാഗ്യം അല്ലേ? ആ ഭാഗ്യത്തിനപ്പുറം വലിയൊരു മറ്റൊരു ഭാഗ്യം ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ കൂട്ടിരിക്കാൻ സുഹൃത്തുക്കളുണ്ടാകുക, വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ സുഹൃത്തുക്കളുണ്ടാകുക എന്നൊക്കെ പറഞ്ഞത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇഷ്ടംപോലെ കുട്ടിക്കാലം തൊട്ട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ സിനിമയിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല, കാര്യം മറ്റുള്ളവർ തള്ളി വിളിക്കും. അതുകൊണ്ട് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും സുഹൃത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് അതാണ് സഹോദരന് തുല്യമായ ആത്മാർത്ഥമായ ഈ ആത്മാർത്ഥ സൗഹൃദം പോലെ തന്നെയാണ് ആത്മാർത്ഥ പ്രണയം എന്നൊക്കെ പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഹീറോ ബിജുവിനകത്തൊരു പാട്ട് മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്തേ കുറ്റം ചെയ്ത് ഞാൻ, ഈ ഒരു പാട്ട് വന്ന സമയത്ത് അത് എഴുതിയതും പാടിയതും ഒക്കെ സുരേഷ് ഏട്ടനായിരുന്നു. അപ്പോൾ ശരിക്കും ആ പാട്ട് എഴുതിയ സമയത്ത് ആത്മാർത്ഥ പ്രണയത്തെ ഓർത്ത് എഴുതിയതായിരുന്നു? അങ്ങനെ പ്രണയമൊന്നും എനിക്കുണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടില്ല? പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഒരു കാണാതിന് പ്രണയത്തിൻ്റെ ആവശ്യമുണ്ടോ? കാടുകരയുന്നേ കാടിൻ്റെ മക്കൾ കരയുന്നേ, കട്ടുതിന്ന നാട്ടുകൂട്ടം വേട്ടയാടിയ നൊമ്പരങ്ങൾ കോലം കെട്ടി ഉറഞ്ഞു തുള്ളി മയങ്ങി വീഴണ കണ്ട് അയ്യോ കാടുകരയുന്നേ, കാടിൻ്റെ മക്കൾ കരയുന്നേ. അതിനൊരു ആദിവാസിയായിട്ട് ജനിക്കണമെന്നില്ലല്ലോ, ആണോ? അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ പാട്ടെഴുത്തും ഇതായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്നാലും അതിനകത്തെ വരികളൊക്കെ മുത്തേ പൊന്നെ പിണങ്ങല്ല, അപ്പോൾ എങ്ങനായിരുന്നു ആ വരികളിലേക്ക്, അല്ലെങ്കിൽ അത് എഴുതാനുണ്ടായൊരു? ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ നിറമെന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അതിൽ ഈ മലയാള സിനിമയിലെ ഏറ്റവും നല്ല പ്രണയ ഗാനങ്ങളിൽ ഒന്നാണ് മിഴിയറിയാതെ വന്നു നീ എന്ന പാട്ട്. എന്ന പാട്ട്. ഈ പാട്ട് കേട്ട ആ സമയത്ത് നമ്മൾ ഈ അടിപൊളി പാട്ടും ഷാപ്പിലെ പാട്ടും ഒക്കെ പാടി നടക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ചേട്ടൻ്റെ മകൻ പറഞ്ഞു, അങ്കിൾ ഇങ്ങനെ കുറേ പാട്ട് ഇങ്ങനെ എഴുതിയ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതി കൂടെ, ഇങ്ങനെ ഞങ്ങൾക്ക് പാടാൻ വേണ്ടി. അങ്ങനെ എഴുതിയ പാട്ടാണ് മുത്തേപ്പൊന്നെ. എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം നീ എൻ്റെ കരളല്ലേ. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എവിടെയും ചെന്ന് പാടുകയാണെങ്കിൽ പെട്ടെന്ന് ഈ വരികൾ പാടുകയാണെങ്കിൽ അതൊരു ചാടിക്കയറി പാടുന്നത് പോലെ. ഇപ്പം അതിനൊരു സ്റ്റാർട്ടപ്പ് ഇല്ല. അതുകൊണ്ട് അതിന് ശേഷമാണ് ഈ മുത്തേ പൊന്നെ എന്നുള്ള വരികളും എഴുതി അത് പാടും. സുരേഷ് ചേട്ടൻ്റെ പേര് അരിസ്റ്റോ സുരേഷ്. അപ്പം ട്രിവാൻഡ്രത്തൊക്കെയാണ്, തമ്പാനൂരാണ് ചേട്ടൻ ജനിച്ചതും, തമ്പാനൂരാണ്. അപ്പം തമ്പാനൂർ സുരേഷ് മാറ്റിയിട്ട് ഈ അരിസ്റ്റോ സുരേഷ് എന്നുള്ള പേര് പറയാൻ എന്താ ചേട്ടാ കാര്യം? കാരണം അത് ഞാനിപ്പോൾ ഈ യൂണിയനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ തമ്പാനൂർ പ്രദേശത്ത് തന്നെ ഒരുപാട് സുരേഷുണ്ട്. ഈ കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ഉള്ള ഒരുപാട് സുരേഷുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ മാഞ്ഞാലിക്കുളം സുരേഷ്, ഹൗസിംഗ് ബോർഡിലെ സുരേഷ് എന്നൊക്കെ പറയുമ്പോൾ അരിസ്റ്റോയിലെ സുരേഷ് അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ഈ സിനിമയിൽ ഈ പേര് വെച്ചത് ഞാനല്ല, എബ്രേഡ് സയൻസ് സാറാണ്. സാർ തന്നെയാണ് അത് അരിസ്റ്റോ സുരേഷ് എന്ന ടൈറ്റിൽ കൊടുത്തത്. അല്ലേ, കേൾക്കുമ്പോൾ ഒരു കുടിയനാണെന്നൊക്കെ തോന്നും. ശ്രീകുമാറേട്ടാ, ഇപ്പം നമ്മൾ ആത്മാർത്ഥ സൗഹൃദവും ആത്മാർത്ഥ പ്രണയമൊക്കെ പറഞ്ഞപ്പോൾ അല്ലേ, സുഹൃത്തിനെ തന്നെ കല്യാണം കഴിച്ച ഒരാളാണ് ശ്രീകുമാറേട്ടൻ. അപ്പം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആ ഒരു സൗഹൃദവും പ്രണയവും ഒരുമിച്ച് വന്നപ്പോൾ? ഇപ്പം ഏകദേശം ഒരു 15 വർഷം ഒരു പ്രണയം എന്ന് പറയാം. എത്രയും നാളെങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് മറിമായത്തിന്റെ സെറ്റിൽ വെച്ചിട്ടാണ്. ഇല്ല, അങ്ങനെ ഐ ലവ് യു എന്ന് അങ്ങനെ ആരും. അവിടെ ഒരു പാട്ട് എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയപ്പോ, ആദ്യമായി കണ്ട നാളോർമ്മയുണ്ടോ, ആരാദ്യം കണ്ടതെന്ന് ഓർമ്മയുണ്ടോ, ആദ്യമായി മിണ്ടിയതോർമ്മയുണ്ടോ, ആരാദ്യം മിണ്ടിയെന്നോർമ്മയുണ്ടോ, പറയൂ പ്രിയ സഖി നീ. അതാണ് പറഞ്ഞോട്. അതെ, ഇതെല്ലാം ചോദ്യങ്ങൾ, ഇപ്പൊ പാടിയതെല്ലാം ചോദ്യങ്ങൾ. അപ്പൊ ഉത്തരങ്ങളായിട്ട് പറഞ്ഞോളൂ. ഉത്തരങ്ങളായിട്ട് പറഞ്ഞാല് അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങനെ ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നോ അങ്ങനെയൊന്നും എനിക്കൊന്ന് ഒരു കുറേ വർഷങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇവരുടെ ഇപ്പോഴുള്ള സൗഹൃദം തന്നെയായിരുന്നു എനിക്ക് അദ്ദേഹത്തോടും. ഞങ്ങളെല്ലാവരും പരസ്പരം അറിയുകയും ഞങ്ങളുടെ മറ്റു എല്ലാ കാര്യങ്ങളും പരസ്പരം ഈ സൗഹൃദ വലയത്തിൽ അറിയാൻ പറ്റുന്ന ആൾക്കാരായതുകൊണ്ട്
അങ്ങനെ സ്നേഹവും ഇഷ്ടമോ അങ്ങനെ പ്രണയമോ അങ്ങനെ ഒരു സംഭവമൊന്നും വർക്കൗട്ടൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും ഒരിക്കൽ അങ്ങനെ ആയി തീർന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ പറഞ്ഞു, അതായത് പ്രണയത്തിലായിരുന്നപ്പോൾ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിലും ഇപ്പം പ്രണയത്തിലായിരുന്ന സമയത്ത് ഇപ്പം പറയും എന്നെ വിളിച്ചിട്ട് ഐ ലവ് യു എന്ന് പറയണം, അല്ലെങ്കിൽ എപ്പോഴും എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർ അങ്ങനെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെ ഒന്നും ഇല്ലാതെ, അതായത് പറഞ്ഞില്ലെങ്കിൽ സ്നേഹം ഉള്ളിലുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരോട് എന്താണ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് പറയും? നമുക്ക് പ്രണയം മാത്രമല്ല, ഈ സൗഹൃദത്തിൻ്റെ ഇടയിലും നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റണം. വെറുതെ ഒരു സുഹൃത്തുക്കളാക്കുകയല്ല ചെയ്യേണ്ടത്. സുഹൃത്തുക്കളാകാനായിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ട്. എനിക്കിപ്പോൾ എന്താണ്ട് കുറെ നാളിന് ശേഷം ചേട്ടനെ ഇപ്പോൾ കണ്ടു. ഇതിനു മുമ്പേ ഞങ്ങൾ വേറെ എവിടെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കണ്ടിങ്ങനെ പോകുന്നു. കുറച്ചുകൂടെ അടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ കൂടുതൽ സംസാരിക്കണം. ഞങ്ങൾ കൂടുതൽ പാട്ടിനെ കുറിച്ചിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും എനിക്കറിയാനായിട്ടുള്ളൊരു കൗതുകം എനിക്കുണ്ടാവണം. അങ്ങനെ കൂടുതൽ അടുത്തടുത്ത് അറിയുമ്പോൾ മാത്രമാണ് ആ സൗഹൃദം ബലപ്പെടുക, അല്ലേ ഏട്ടാ? അല്ല ചുമ്മാ ഒരാൾ വന്നിട്ട് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ടു, അത് വെറുതെ ഒരു ഷോ എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇനിയിപ്പം വിനോദിനെ ഞാനിപ്പം കുറെ നാളുകൊണ്ട് കാണുന്നില്ല, പക്ഷെ ഞങ്ങൾ തമ്മിൽ വേറൊരു സൗഹൃദമുണ്ട്. ഞങ്ങൾ തമ്മിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അടുപ്പമുണ്ട്. ഡെയിലി വിളിക്കണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ പരസ്പരം അറിയണം. അറിയാനായിട്ട് പറ്റുന്ന ഒരു സൗഹൃദത്തിനായിരിക്കും അതിന്റെ. അതായത് അകലെ കൂടെ പോകുമ്പോ അയ്യോ അവനല്ലേ പോകുന്നത് എന്ന് വിളിക്കുന്ന ആ ഒരു ബന്ധം, ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണെന്ന്. അതല്ലേ ഇപ്പൊ അങ്ങനെ ആ ഒരു അടുപ്പം എല്ലാവരുമായിട്ട് ഉണ്ടായാൽ മാത്രമാണ് ആ ബന്ധം നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചുമ്മാ ഒരു ഹായ് ബൈ പറഞ്ഞു പോകുന്ന ഒരു റിലേഷനായിട്ട് മാറും. അങ്ങനെ എല്ലാവരുമായിട്ട് നല്ലൊരു അടുപ്പം കീപ്പ് ചെയ്യുക. അതെ, ആത്മാർത്ഥ സൗഹൃദങ്ങളൊക്കെ ഓർത്തിനൊക്കെ ഒരു സിനിമയാണ് ആത്മസഹോ. അപ്പം ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്നു. അപ്പം എങ്ങനെയായിരുന്നു ഈ സിനിമ? ചൈൽഡ് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞാനും വൈഫും ആക്ച്വലി ഞങ്ങൾ ഗ്രേഡഡ് ആർട്ടിസ്റ്റാണ്. നൃത്തത്തിൽ അത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് കരൻസ് അക്കാഡമി ഓഫ് നാട്യ എന്ന് പറഞ്ഞ് ചെന്നൈയിൽ നൃത്ത സ്ഥാപനമുണ്ട്. ഞങ്ങൾ ഒരുപാട് പെർഫോമൻസസും ഇന്ത്യയിലും വെളിയിലൊക്കെ ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, വർക്ക്ഷോപ്പ് ചെയ്യുന്നുണ്ടല്ല. പക്ഷേ നൃത്തത്തോടൊപ്പം തന്നെ ഞാൻ മനസ്സിൽ കൊണ്ടുനടന്ന ഒന്നാണ് എൻ്റെ മനസ്സിൽ സിനിമ. അത് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടുമുട്ടിയ നാൾ മുതൽ എൻ്റെ വൈഫിനെ അറിയാം, ആഷൻ കിരൺ, അവൾക്കറിയാം. അപ്പോൾ ഒരു ദിവസം ഈ കഥയുടെ ത്രെഡ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ പറഞ്ഞപ്പോൾ പുള്ളി എന്തുകൊണ്ട് കേട്ടാൽ നമുക്ക് സിനിമ ആക്കിക്കൂടെ? ഞാൻ സിനിമ എന്ന് പറഞ്ഞാൽ ശരി എഫേർട്ടല്ല, അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി ബിൽഡപ്പ് ആവുന്നത്. അങ്ങനെ ഇതിലേക്ക് ഓരോ ആക്ടേഴ്സും എല്ലാവരും എത്തിപ്പെടുകയാണ്. ഇതിനൊരു നിമിത്തമുണ്ട്, എല്ലാത്തിനും ഒരു നിമിത്തമുണ്ട്. അത് സംഭവിച്ചു. ഇവിടെ ഇപ്പം ഇത് പിന്നെ ഞാൻ എടുത്തു പറയുകയാണ്, കാരണം ഈ സിനിമയിലാണെങ്കിലും വൈഫും ഹസ്ബൻഡും രണ്ടുപേരുടെയും ഒരുമിച്ചുള്ളൊരു കോൺട്രിബ്യൂഷൻ കൂടി ഉണ്ട്. അപ്പം ഏതൊക്കെ രീതിയിലായിരുന്നു ആ സൗഹൃദവും പ്രണയവും ഒക്കെ ഈ ഒരു സിനിമയിൽ? ഈ സിനിമയിൽ ആക്ച്വലി ഞങ്ങൾ സ്റ്റേജിൽ ഒരു പെർഫോമൻസ് കൊടുക്കുകയാണെങ്കിലും ഒരു എത്ര ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും അതിന് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ട് ഞങ്ങൾ ഒരുപാട് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ പെർഫോമൻസ് ചെയ്യാൻ സ്റ്റേജിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പോഴുണ്ടല്ലോ ഞങ്ങൾക്ക് ഒരു വൈബ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്, ഒരു കെമിസ്ട്രി, അത് ദാറ്റ്സ് എ വേർഡ്. ആ ഒരു കെമിസ്ട്രി ഞങ്ങൾക്കുണ്ട്. ആ കെമിസ്ട്രിയിൽ ഞങ്ങൾക്ക് അറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതുപോലെയാണ് ഇതിപ്പം എനിക്ക് ഇതിനോട് പാഷനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത്രയും സപ്പോർട്ടായിട്ട്. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും എല്ലാത്തിലും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് നമ്മൾക്ക് കണ്ടില്ലേ ഇന്ന് ഒരു തെറ്റ് പറയാണ്ട് ഇത് നമുക്ക് എങ്ങനെ ഓവർകം ചെയ്ത് വരും, ഇത് നമ്മൾ നന്നായി വരും, ബെറ്ററായിട്ട് വരും. അങ്ങനെ ഒരു സപ്പോർട്ട്. അതായത് പറയുന്നത് നമ്മൾ പറയില്ല, എത്ര കോടീശ്വരനാണെങ്കിലും ശരി തന്നെ, എത്ര നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ശരി തന്നെ, രാത്രി പോയിട്ട് കിടന്ന് ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒരു സ്ട്രെസ് ഇല്ലാണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നവനാണ് ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് മെൻ്റൽ സ്ട്രെങ്ത് തരുന്നത് പുള്ളിക്കാരാണ്. സോ അവളാണ് എൻ്റെ ഏറ്റവും വലിയ അസറ്റ്. സിനിമയിലെ സൗഹൃദങ്ങൾ കീപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഒരാൾക്ക് മെഗാസ്റ്റാർ മമ്മൂക്കയുടെ നമ്പർ വരെ കയ്യിലുള്ള ഒരാൾ നമ്മുടെ കൂടെ ഇരിപ്പുണ്ട്. അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല, അപൂർവം ചിലർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു വിനോദായിട്ട് ആ നമ്പർ കൈ കിട്ടുന്നു? അത് സത്യത്തിൽ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സിനിമാ നടനാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞാൻ കുട്ടിക്കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പാട്ടബാക്കി, പാഠം 2 ഭാരതം, ചന്ദ്രോത്സവം, ശകുനി, കരിനിഴൽ, ഇങ്ങനെ കുറേ നാടകങ്ങൾ ഞാൻ ബാലതരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ചന്ദ്രോത്സവം എന്ന നാടകത്തിൽ എനിക്ക് മികച്ച ബാലനടനുള്ള അവാർഡ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ അന്നൊക്കെ അത് ആ അവാർഡൊക്കെ അന്നത്തെ കാലത്ത് വലിയൊരു അവാർഡ്, വലിയൊരു കപ്പൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ. ഇത് കാണാൻ എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സും കുട്ടികളൊക്കെ കാണാൻ വന്നതും പിന്നെ സ്കൂളിൽ എനിക്കൊരു സ്വീകരണം തന്നതും അതൊക്കെ ഒന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാൻ നടനാവണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. സ്കൂളിൽ യൂത്ത് ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മളെ പെർഫോമൻസ് കാണുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയും വിനോദ് വലിയ കലാകാരനാവും. അങ്ങനെ ഞാൻ പോയി. പിന്നെ മമ്മൂക്കയോട് ഭയങ്കര ഇഷ്ടമായി. മമ്മൂക്കയുടെ സിനിമ കണ്ടിട്ടാണ് തോന്നുന്നു 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മമ്മൂക്കയുടെ സിനിമകൾ ഇങ്ങനെ കാണാൻ പോയി. മമ്മൂക്കയുടെ ചിത്രങ്ങൾ ഇങ്ങനെ പത്രത്തിൽ നിന്നും മാസികകളിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് അത് നോട്ട് ബുക്കിലൊക്കെ ഒട്ടിച്ചിട്ട് അതൊരു ആൽബമാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ കുറേ ഭ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ കഠിനമായി ഇങ്ങനെ ആവേശം കാണിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറയും നിനക്ക് വട്ടാകുട്ടോ അങ്ങനെ പോയാലെന്നൊക്കെ പറയും അമ്മ. പിന്നെ സ്വപ്നം കാണും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മമ്മൂക്കയെ സ്വപ്നം കാണുക, മമ്മൂക്കയുടെ കൂടെ കാറിൽ സഞ്ചരിക്കുന്നത്, മമ്മൂക്കയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നത്. ഈ സ്വപ്നം കണ്ടൊക്കെ ഞാൻ അമ്മയുടെ പറയുമ്പോൾ അപ്പോഴൊക്കെ അമ്മ എന്നെ കളിയാക്കും, അമ്മ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുക. പക്ഷേ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നിരന്തരമായിട്ട് നമ്മൾ സ്വപ്നം കണ്ട ആ സ്വപ്നം സഫലമാവും. അങ്ങനെ സഫലമായതാണ് എൻ്റെ ഒരു ഷോർട്ട് ഫിലിം. 2014 ഞാൻ അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിമിന് എനിക്കൊരു ദേശീയ അംഗീകാരം, മികച്ച നടനുള്ള. ഈ അംഗീകാരം കിട്ടി അത് പത്രത്തിലൊക്കെ വലിയ വാർത്തയായിട്ട് വന്നപ്പോൾ എന്നെ മമ്മൂക്ക വിളിക്കുന്നു എൻ്റെ നമ്പറിലേക്ക്, ഞാൻ മമ്മൂക്കയാണെന്ന് പറഞ്ഞിട്ട്. അതൊരു വല്ലാത്തൊരു നിമിഷമായിരുന്നു എനിക്ക്. ഇപ്പോൾ വരണം, എനിക്കിപ്പം നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഞാൻ കോഴിക്കോടാണ്. അവിടുന്ന് കയറി വരുന്നു, ഇവിടെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് മമ്മൂക്കയെ കാണുന്നു. മമ്മൂക്ക എന്നെ വന്ന് ഹഗ് ചെയ്യണു. ആ സിനിമയെക്കുറിച്ച് ഒരു വാചാലമായിട്ട് സംസാരിക്കുന്നു. അത് പറഞ്ഞാൽ ഞാൻ ഈ ഒരു കൊമേഡിയനാണെന്ന് വിചാരിച്ചത്, നിൻ്റെ ഉള്ളിൽ നല്ലൊരു നടനമുണ്ട്, അതാണ് നീ ആ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി സീരിയസ് വേഷങ്ങളും ചെയ്യണം, കോമഡി മാത്രം ചെയ്താൽ പോരാ. ഞാൻ പറഞ്ഞ വേഷങ്ങൾ കിട്ടണ്ടേ മമ്മൂക്കാന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത പടത്തിൽ നീ ഉണ്ട്, നിനക്കൊരു സീരിയസ് വേഷമുണ്ട്. അങ്ങനെയാണ് വർഷം എന്ന സിനിമയിൽ എനിക്ക് ഒരു വേഷം കിട്ടുന്നത്. ആ വർഷത്തിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു 5 സീനിൽ കോമ്പിനേഷനിൽ അഭിനയിച്ചു. അതാണ് ഞാൻ ഇതുവരെ ചെയ്തകളിൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് അപ്രിസിയേഷൻ കിട്ടിയ സിനിമ. ഇത്രയും മികച്ചൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് മമ്മൂക്കയായിട്ട് വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എൻ്റെ യൂട്യൂബിലെ പല തമാശകളും മമ്മൂക്ക എടുത്ത് കാണുന്നു. അങ്ങനെ അപ്പം ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ്, അത് മമ്മൂക്ക അറിയുന്നു, സോഷ്യൽ വർക്കറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഭയങ്കര സൗഹൃദമായി. ഓരോ സീനും ഫസ്റ്റ് സീനിൽ ഓക്കെ ആകുമ്പോൾ മമ്മൂക്ക വന്നിങ്ങനെ ഹഗ് ചെയ്ത് മിടുക്കൻ ഗംഭീരമായിട്ട് ചെയ്തു, അങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞു ഭയങ്കര കമ്പനിയായി. അങ്ങനെയാണ് അവിടുന്ന് മമ്മൂക്ക എനിക്ക് നമ്പർ തരുന്നത്. നമ്പർ തരുമ്പോൾ മമ്മൂക്ക പറഞ്ഞത് ഇത് എനിക്ക്, ഞാൻ നിന്നോട് ഇന്ന് സൗഹൃദം തുടങ്ങിയാണ്, അതുകൊണ്ട് നമ്പർ തരികയാണ്. പക്ഷേ ഈ നമ്പർ ദുരുപയോഗം ചെയ്യരുത്. മറ്റാരെങ്കിലും എന്നെ വിളിച്ച് വിനോദാണ് എനിക്ക് നമ്പർ തന്നെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ നിൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാനിതുവരെ ആർക്കും കൊടുത്തില്ല. ആ സിനിമയിൽ ഞാൻ മമ്മൂക്കയോട് വെറുതെ ഡയലോഗുണ്ട്, നിങ്ങൾ എൻ്റെ പടച്ചോനാണ്. അത് ഭയങ്കര സെൻറ്റിയായിട്ട് ഞാൻ പറഞ്ഞു. ആ സീനിൽ ശരിക്കും മമ്മൂക്കയുടെ കൈ പിടിച്ചിട്ടുള്ള ഒരു സന്ദർഭമുണ്ട്, ഭയങ്കര എഫക്റ്റീവുള്ളത്. മമ്മൂക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണ്. അപ്പം അന്ന് ആ നമ്പർ തരുന്നതും ആ ദിവസമാണ്. അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ മമ്മൂക്കയെ പടച്ചോൻ എന്നാണ് അടിച്ചു വെച്ചത്. എനിക്ക് ഒരാളുടെ ലൈഫിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഈ അപ്രീസിയേഷൻ കിട്ടുക എന്നൊക്കെ പറയുന്നത്. വിനോദേട്ടൻ എനിക്ക് തോന്നുന്നു കരിയർ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റേജ് പെർഫോമർ ആയിട്ടാണ്. കുട്ടിക്കാലം തൊട്ട് തന്നെ ആക്ടിംഗ് ആണ് കരിയറായിട്ട് അല്ലെങ്കിൽ പാഷനായിട്ടുണ്ടായിരുന്നതും. കണ്ടിന്യൂസ്ലി ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ സ്റ്റേജ് എപ്പോഴെങ്കിലും നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്റ്റേജ് പെർഫോമൻസിന് നമുക്ക് സ്പോട്ടിൽ കിട്ടുന്ന റിയാക്ഷൻ അല്ലേ, അതൊക്കെ നമ്മളൊരു കോമഡി ചെയ്യുമ്പോൾ. ഇപ്പം ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ 20,000, 40,000, 40 ഷാർജ സ്റ്റേഡിയത്തിലൊക്കെ നമ്മുടെ മുന്നിൽ 45,000 ഓഡിയൻസൊക്കെയാണ് വന്നിരിക്കുക. ഈ 45,000 ഓഡിയൻസിനെയും നമ്മൾ പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമില്ലല്ലോ. അപ്പോൾ ഞാനും സുരഭി ലക്ഷ്മി പോയിട്ട് അവിടെ ഒരു കോമഡി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ കൗണ്ടറിനും ആളുകൾ ചിരിച്ച് കൈയടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിജയമാണ്. ഒരിക്കലും സ്റ്റേജ് നമുക്ക് നിരുത്സാഹം തന്നിട്ടില്ല. ആ സ്റ്റേജ് പെർഫോമൻസിലൂടെ നമ്മുടെയൊക്കെ ഏതൊരു കലാകാരൻ്റെയും മോഹം എല്ലാ കാലം മിമിക്രി ആർട്ടിസ്റ്റായിട്ടിരിക്കുന്ന നാടകക്കാരനായിട്ട് സിനിമയാണ് എല്ലാത്തിൻ്റെയും ആദ്യം. കാരണം സിനിമ കടലാണ്, കൈവഴികളായ നദികളാണ് മിമിക്രിയും നാടകവും. അപ്പോൾ ഇതൊക്കെ ഒഴുകി എത്തുന്നത് അവസാനം കടലിലാണ്. ആ കടലിലേക്ക് എത്തിക്കിട്ടിയ രക്ഷപ്പെട്ടു. ഇപ്പോഴും ആ കടലിലേക്ക് കണ്ട് എത്തിയിട്ടുള്ളൂ, കടലിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ള സത്യമാണ്. അതിനൊക്കെ ഇനി ഗോപു വിചാരിക്കണം, ഞങ്ങളുടെ പ്രൊഡ്യൂസർ അടുത്ത പടത്തിലൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കും. അതെ, എല്ലാം നടക്കും. ഇപ്പൊ സുരേഷ് ചേട്ടനാണെങ്കിലും ആയ കാലത്ത് ഇപ്പൊ ഭയങ്കര യങ് ആയിരുന്ന സമയത്തൊക്കെ ഭയങ്കര അടിപിടി, ഭയങ്കര എന്താ പറയുക രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് അങ്ങനെ അടിപിടിയൊക്കെ ഉണ്ടാക്കി കോടതിയിലും കേസിലെ പ്രതിക്കൂട്ടിലൊക്കെ നിന്നിട്ടുണ്ടെന്നൊക്കെ. അതൊരു ഹരമായിരുന്നല്ലോ, രസമായിരുന്നു എന്നൊക്കെ. എങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത്? അതെന്താ നമ്മുടെ ആ പ്രായമൊക്കെ അല്ലേ, അത് ആരെങ്കിലും ഏതൊരു വ്യക്തിക്കും തോന്നുന്നത് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്നാണ് തോന്നുന്നത് എല്ലാവർക്കും. അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾക്കറിയില്ല. അയാൾ ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന് തോന്നും.
അപ്പോൾ മറ്റൊരാൾ ചെയ്യുന്നത് അയാൾ ശരിയാണെങ്കിലും ചെയ്തത് ഇയാളുടെ മനസ്സിൽ തോന്നുന്നത് തെറ്റായിട്ടാണെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഈ അടിപിടിയൊക്കെ എന്തൊക്കെ കേസുകളായിരുന്നു ഇങ്ങനെ കോടതിയിലേക്ക് നമുക്ക് പോയത്? അടിപിടി കേസൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ കേസൊക്കെ അങ്ങനെ പെറ്റിയിരുന്നുള്ള കേസുകളോ അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞു തീർക്കാന്നുള്ള കേസുകളൊക്കെ. സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രായത്തിന് ശേഷം, അതായത് നല്ലൊരു പ്രായത്തിന് ശേഷം തന്നെയാണ് സുരേഷ് എന്ന ആക്ടർ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമ പാഷനായിട്ട് കുറേ നാളൊക്കെ ഉള്ളിലുണ്ടായിരുന്നു, അവസരങ്ങളൊക്കെ നേരത്തെ തേടി പോയിട്ട്? അതിൻ്റെ മറുപടിയാണ് നേരത്തെ വിനോദ് പറഞ്ഞത്. സ്വപ്നം, ഒരുപാട് സ്വപ്നം കാണുമ്പോൾ APJ അബ്ദുൽ കലാം അദ്ദേഹം പറഞ്ഞതുപോലെ സ്വപ്നം നടക്കുമെന്ന്. അത് നമ്മളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, നമ്മൾ ആ മനസ്സിൽ ആ ആഗ്രഹം തീവ്രമാണെങ്കിൽ, ആ ആഗ്രഹത്തെ നമ്മൾ തീവ്രമായി മുറുക്കെ പിടിച്ചാൽ പ്രകൃതി തന്നെ അത് സാധിച്ചു. അങ്ങനെ എനിക്ക് സംഭവിച്ചത്. എന്നാലും എനിക്കൊരു സംശയം, പ്രണയം ജീവിതത്തിൽ നിന്നും മാറ്റിവെക്കാനുണ്ടായ കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇയാളെല്ലാം എന്നാ ചോദിച്ചത് അടിപിടി കോടതി ഇങ്ങനെയുള്ളൊരു തല്ലിപ്പിളി അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇച്ചിരി റൗഡിസം ഒക്കെ കാണിക്കുന്ന ആൾക്കാരല്ലേ പെൺകുട്ടികൾ ഇങ്ങനെ ഹീറോ എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ സിനിമയിലൊക്കെ കാണിക്കുമ്പോൾ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഇപ്പം പ്രണയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, എന്നിട്ട് നമ്മുടെ മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ എഴുതി. അപ്പം ഒരു സങ്കല്പത്തിൽ ഒരു കാമുകീനെ ആലോചിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏതായിരിക്കും ചേട്ടൻ ഇപ്പൊ പാടുക? മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്നു പടർന്നെ, മുത്തേന്ന് വിളിച്ചെന്നിൽ ഒട്ടിച്ചേർന്നു പടർന്നെ, മുത്തം കൊണ്ട് പുണർന്ന പൂവേ എൻ്റെ ഒരു കൊത്തിക്കൂട മുല്ലേ, അച്ചാരം മിച്ചാരം വെച്ചേ നല്ലൊരു തമ്പുലക്കട്ടുമായി പെണ്ണു കേൾക്കാൻ മുഴുവനും പോന്നോട്ടേ, കൂട്ടരുമാ അമ്മാവന്മാർ കോപിച്ചാൽ നീ ചൊല്ലേണം, നമ്മൾ തമ്മിൽ പ്രണയമാണൊത്തിരി പെണ്ണെ നിന്റെ മനസ്സിനുള്ളിൽ ഞാനാണെന്ന് പറയണം, അച്ഛനമ്മ ചോദിച്ചാൽ സമ്മതം അങ്ങ് മൂളേണം. അതെ, ആ ഒരു ഫീലിംഗ് വന്നായിരുന്നു. സിനിമയുടെ സെറ്റിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു ശ്രീകുമാറേട്ടൻ. കാരണം എല്ലാവരും പാട്ട് പാടും, നെൽസൺ ചേട്ടൻ പാട്ട് പാടും. പിന്നെ മഞ്ജു പത്രോസിന്റെ ഓട്ടം തുള്ളല്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഷൂട്ടാണല്ലോ നടക്കണേ നോബി. അപ്പൊ നമുക്ക് ഞാൻ ഷൂട്ട് ചെയ്ത് തീർക്കണോ, പാട്ട് പാടി തീർക്കണോ? അതിനെ ഞങ്ങൾക്ക് പാടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തന്നതിന് ചില കാരണങ്ങളുണ്ട്. ഈ ഞങ്ങളെപ്പോലുള്ള ഈ പേയ്മെന്റ് വാങ്ങിക്കുന്ന ആർട്ടിസ്റ്റുകളെ വിളിക്കാണ്ട് വേറെ കാര്യങ്ങളിലേക്ക് ക്യാമറയും മറ്റ് സാങ്കേതിക കാരണങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് കുറെ ഫ്രീ ആയിട്ടിരിക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മൾ അടിച്ചു പൊളിച്ചു അല്ലേ? നമ്മൾ ഒരുപാട് പാടി ശരിക്കും ആസ്വദിച്ചു. നോബി, നെൽസൺ, ഞാൻ, ഷൂട്ടിങ് തീരാനൊക്കെ ജയൻ ചേട്ടൻ, മഞ്ജു, ഞങ്ങൾ ശ്രീമാർ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ചാൽ അവിടെ ഞങ്ങൾ ഇരിക്കുന്ന ഈ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലം, അപ്പൊ മേക്കപ്പ് മാനും അയാളുടെ അസിസ്റ്റന്റ് എല്ലാം കൂട്ടപ്പാട്ടായിരുന്നു. ഈ സിനിമയിൽ ഞങ്ങൾ പ്രതീക്ഷ തന്നു. കാരണം നോബി ചേട്ടനുണ്ട്, നെൽസൺ ചേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്, ശ്രീകുമാറേട്ടൻ, സുരേഷ് ചേട്ടൻ, എല്ലാവരും ഉണ്ട്. എല്ലാവരും കോമഡിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന എല്ലാവരും ഒരു ഗ്രൂപ്പ്. അപ്പോൾ ശരിക്കും ഇതൊരു കംപ്ലീറ്റ് എന്താ പറയുന്നത് കോമഡി ആയിരിക്കും. അത് തീർച്ചയായിട്ടും അതെ, 100%. അതായത് തീർച്ചയായിട്ടും ഒരു ഫാമിലി എന്റർടൈനർ ആണ്. അത് നിങ്ങൾക്ക് പോയിട്ട് ഇരുന്ന് നല്ല എൻജോയ് ചെയ്തിട്ട് കണ്ടുവരാം. ഏതൊക്കെ വീട്ടിൽ മരണം നടന്നിട്ടുണ്ട്, ആ വീട്ടുകാരൊക്കെ ഈ സിനിമ കാണും. അവിടെ എന്താണ് നടന്ന വീട്ടില് മരണ ദിവസം മുതൽ 16 അടിയന്തരം, അതായത് 16 ദിവസം തികഞ്ഞ ആ ദിവസത്തിനുള്ളിൽ നടക്കുന്ന കഥയാണ്. ഫുൾ ടൈം ആ വീട്ടിലാണ് ഞങ്ങളെല്ലാവരും. ആ വീട്ടിൽ നടക്കുന്ന സംഭവം, ആ വീടും ആ വീടിന്റെ പറമ്പും, അവിടെ നടക്കുന്ന ഞങ്ങൾ തന്നെ ചിരിച്ചുപോയ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. പിന്നെ നല്ല 2 പാട്ടുകളുണ്ട്, നല്ലൊരു മെലഡി പാട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ ഒരു റോണി റാഫേലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. മരക്കാരൻ ഫെയിം റോണിയാണ് ചെയ്തിരിക്കുന്നത്. DOP വന്നിട്ട് ഗൗതം ലെനിനാണ്, ലെനിൻ രാജൻ സാറിൻ്റെ മകനാണ്. പിന്നെ എൻ്റെ അസോസിയേറ്റ്സ് ഉണ്ട്, ഡുഡു ദേവസി, പിന്നെ സൽമാൻ, അങ്ങനെ കുറച്ച് സുഹൈൽ, സോമുരളി, അങ്ങനെ നിറയെ ആർട്ടിസ്റ്റുകളുണ്ട്. എന്തായാലും February 28 ആത്മസഹോ നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.